ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളോട് പറയാൻ പോകുന്നത് 2025 ദുബായ് ജോബ് മാർക്കറ്റിലെ ഏറ്റവും ഹൈ ഡിമാൻഡായിട്ടുള്ള കുറച്ച് ഇൻഡസ്ട്രികൾ ഏതാണെന്നും ഈ ഒരു 2025 ഇവിടുത്തെ ഒരു ജോലി സാധ്യതകളെക്കുറിച്ചൊക്കെയാണ് പറയാൻ പോകുന്നത്. ഹബീബി, കം ടു മൈ ചാനൽ. 2025 ഓൾമോസ്റ്റ് പകുതി കഴിഞ്ഞു. ഇനിയൊരു 5 മാസം കൂടെ ഉള്ളൂ 2025 തീരാൻ. അപ്പം ഈ 2025 നിങ്ങൾ ആരെങ്കിലുമൊക്കെ നാട്ടിൽ നിന്ന് വന്ന് ദുബായിൽ ഒരു ജോലി നോക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടും. കാര്യം ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഇന്ന് ദുബായിൽ അല്ലെങ്കിൽ 2025 ദുബായിലെ ഏറ്റവും ഹൈ ഡിമാൻഡായിട്ടുള്ള ഇൻഡസ്ട്രി ഏതാണെന്നും ഹൈ ഡിമാൻഡായിട്ടുള്ള കുറച്ച് പ്രൊഫൈലുകളെ കുറിച്ചൊക്കെയാണെന്ന് പറയാൻ പോകുന്നത്. കാര്യം ഈ പാൻഡമിക്കിന് ശേഷം, അതായത് കോവിഡിന് ശേഷം ദുബായ് അല്ലെങ്കിൽ ഓൾ ഓവർ UAE വളർന്ന ഒരു വളർച്ച അതിഭീകരമാണ്. അതുപോലെ തന്നെ AI ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് ഇന്നോവേഷൻസ് ഇപ്പം ദുബായ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പം എക്സ്പെഷ്യലി അബുദാബിയിൽ ഡ്രൈവറില്ല ടാക്സി, അതുപോലെ തന്നെ പാർക്കിങ്ങിലൊക്കെ AI ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള പാർക്കിങ് കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് ഈവൻ AI ഒരു സ്മാർട്ട് സിറ്റി തന്നെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ മേഖലയിലൊക്കെ ഒരുപാട് വേക്കൻസിയും കാര്യങ്ങളൊക്കെ ഉണ്ട് 2025. 25 അങ്ങോട്ട് വരുന്ന ഓരോ വർഷങ്ങളിലും ഇത് കൂടിക്കൊണ്ടിരിക്കത്തുള്ളൂ. എന്നാൽ ഞാൻ 2025 കുറച്ച് ഏത് ഇൻഡസ്ട്രിയാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് എന്നുള്ള കാര്യങ്ങൾ ഞാൻ പറയാം. ശരിക്കും പറഞ്ഞാൽ 2025 ഈ ദുബായ് ഗവൺമെൻറ് അല്ലെങ്കിൽ UAE ഗവൺമെൻറ് കൂടുതലും പ്രൊമോട്ട് ചെയ്യുന്നത് ഫ്രീലാൻസായിട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾക്ക്, അതുപോലെ തന്നെ റിമോട്ട് വർക്ക്, അതായത് ഒരുപാട് റിമോട്ട് വർക്കുകൾക്ക് പ്രോത്സാഹനം ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വർഷത്തെ ട്രാഫിക് എന്ന് പറഞ്ഞാൽ ഭീകര ട്രാഫിക്കായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം നിലവിലുള്ള കമ്പനികൾക്കൊക്കെ തന്നെ റിമോട്ട് വർക്ക് കൂടുതൽ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് പറയുന്നുണ്ട്. ഈ കോവിഡ് സമയത്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ റിമോട്ട് വർക്കുകളൊക്കെ ചെയ്തു ആ ഒരു ട്രെൻഡ് വന്നത്. ഇപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു റിമോട്ട് വർക്കിംഗ് സിസ്റ്റം ഇപ്പം കമ്പനികളിലും ഇവിടെ വർക്ക് ചെയ്യുന്ന കമ്പനികളിലും ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ കൊണ്ടാണ്, അതായത് ട്രാഫിക് കുറയ്ക്കാൻ വേണ്ടി. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാഹചര്യം വരും. ഇപ്പം സപ്പോസ് നിങ്ങൾ നാട്ടിൽ ഇരുന്ന ഒരാൾ, ഒരു IT ഫീൽഡിലുള്ള ഒരാളാണ്, നിങ്ങൾ നാട്ടിൽ ഇരുന്ന് ജോലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു കമ്പനിയിൽ ഇവിടെ ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഒരു പക്ഷെങ്കിൽ നിങ്ങൾക്ക് നാട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ ഈ റിമോട്ട് വർക്ക് ചെയ്ത്, അതായത് ദുബായിലെ ഒരു കമ്പനിയിലായിരിക്കും നിങ്ങൾ വർക്ക് ചെയ്യുന്നത്, പക്ഷേ നിങ്ങൾ നിങ്ങളുടെ നാട്ടിൽ തന്നെ ആയിരിക്കും. അങ്ങനെയുള്ള ഒരു ഓപ്ഷൻസൊക്കെ ഇവിടെ ഒരുപാട് ഇപ്പം നിലവിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളൊരു IT മേഖലയിലുള്ള ഒരാളാണോ, അല്ലെങ്കിൽ നിങ്ങളൊരു ഡിജിറ്റൽ മാർക്കറ്ററാണോ, അങ്ങനെയൊക്കെയുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു കമ്പനിയുടെ കീഴിൽ വർക്ക് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിങ്ങൾക്കൊരു സ്റ്റാർട്ടപ്പിനുള്ളൊരു ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു സ്റ്റാർട്ടപ്പിന് നിങ്ങൾക്കൊരു പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ അതിനുണ്ടെങ്കിൽ നിങ്ങൾ അതുമായിട്ട് ഗവൺമെൻറ്റിന് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഗവൺമെൻറ് നിങ്ങൾക്ക് ഇവിടെ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള A to Z ഹെൽപ്പും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ചെയ്തു തരും. ഈവൻ നിങ്ങൾക്കൊരു സ്റ്റാർട്ടപ്പ് കമ്പനി തുടങ്ങിയില്ലെങ്കിൽ പോലും നിങ്ങളൊരു ഡിജിറ്റൽ മാർക്കറ്ററൊക്കെ അങ്ങനെ ഒരു മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ ഈവൻ ഏതൊരു IT മേഖലയിലാണെങ്കിലും നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിലും നിങ്ങൾ ഇവിടെ നിന്നാൽ നിങ്ങൾക്കൊരു ഫ്രീലാൻസർ വിസ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീലാൻസായിട്ട് നിങ്ങളുടെ സ്പേസിൽ ഇരുന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാനെ കൊണ്ടും സാധിക്കുന്ന ഒരു ഓപ്ഷൻ നിലവിലിപ്പോൾ ഉണ്ട്. അതിനി അങ്ങോട്ട് കൂടുന്തോറും അതിനൊരു വലിയൊരു ഡിമാൻഡായിട്ടേ വരത്തുള്ളൂ. എസ്പെഷ്യലി ഈ പറഞ്ഞ AI ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ AI ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഇൻഡസ്ട്രി വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്കും ഈ പറയുന്ന ഈ ഒരു റിമോട്ട് വർക്ക് അല്ലെങ്കിൽ ഒരു ഫ്രീലാൻസർ ജോബ് എന്നുള്ളൊരു ഹൈ ഡിമാൻഡിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. സോ അപ്പോൾ നമുക്ക് 2025 ഹൈ ഡിമാൻഡായിട്ടുള്ള ഇൻഡസ്ട്രി നോക്കാം. അതിൽ ആദ്യം തന്നെ വരുന്നതാണ് ടെക് ആൻഡ് IT ഇൻഡസ്ട്രി. ഞാൻ ഈ തൊട്ട് മുമ്പ് ഞാൻ പറഞ്ഞാണ് IT അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏതൊരു മേഖലയ്ക്കും ഇവിടെ ഹൈ ഡിമാൻഡാണ്. സോ അപ്പോൾ ഞാൻ ഈ IT മേഖലയിലുള്ള കുറച്ച് ഡിമാൻഡായിട്ടുള്ള കുറച്ച് പ്രൊഫൈലുകൾ ഞാൻ പറയാം ഏതൊക്കെയാണെന്നുള്ളത്. ആദ്യം തന്നെ സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സ്, അതായത് AI മൊബൈൽ ആപ്പ്, അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന ആളുകൾക്ക് നല്ല ഡിമാൻഡുണ്ട്. അടുത്താണ് സൈബർ സെക്യൂരിറ്റി എക്സ്പെർട്ട്, ക്ലൗഡ് എഞ്ചിനീയർ, ഡാറ്റാ സയൻസ് ആൻഡ് അനലിസ്റ്റ്, UI/UX ഡിസൈനർ, ബ്ലോക്ക് ചെയിൻ ഡെവലപ്പേഴ്സ്. എന്തുകൊണ്ടാണ് ഈ റോളുകൾക്കൊക്കെ ഇവിടെ ഹൈ ഡിമാൻഡ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ദുബായ് സ്മാർട്ട് സിറ്റി ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ടെക് കമ്പനികൾ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന കമ്പനികൾക്കെല്ലാം ഈ പറയുന്ന ഉദ്യോഗാർത്ഥികളെ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഈ പറയുന്ന റോളുകൾക്കൊക്കെ ഇവിടെ ഹൈ ഡിമാൻഡായിട്ട് വരുന്നത്. ഇനി നമുക്ക് ഇവരുടെ ഒരു ആവറേജ് സാലറി റേഞ്ച് നോക്കാം. ഞാൻ മൂന്ന് ലെവലിലുള്ള ഒരു സാലറി റേഞ്ച് പറയാം. എൻട്രി, മിഡ്, സീനിയർ ലെവൽ. ഒരു എൻട്രി ലെവലിലുള്ളൊരു ഈ പറയുന്ന റോളിൽ ചെയ്യുന്നൊരു ഉദ്യോഗാർത്ഥിക്ക് കിട്ടുന്ന ഒരു മാസത്തെ ആവറേജ് സാലറി എന്ന് പറയുന്നത് 8,000 മുതൽ 12,000 ദിർഹംസ് വരെയാണ് ഇവിടെ നിലവിലിപ്പം കിട്ടുന്നത്. ഇതെല്ലാം ഞാൻ പറഞ്ഞില്ല, ഇതെല്ലാം പറയുന്നതിന് മുമ്പ്, സാലറി പറയുന്നതിന് മുമ്പ് പറയാം, ഇതെല്ലാം നിങ്ങളുടെ എഡ്യൂക്കേഷൻ, നിങ്ങളുടെ എക്സ്പീരിയൻസ്, നിങ്ങളുടെ ബേസ്ഡ് ഓൺ ഇൻ്റർവ്യൂ പെർഫോമൻസ്, ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കും നിങ്ങളുടെ ഒരു സാലറി എന്ന് പറയുന്നത്. ചിലപ്പോൾ ഇതിൽ കുറച്ചായിരിക്കാം സാലറി കിട്ടുന്നത്, ഒരു പക്ഷേ ഇതിൽ കൂടുതലായിരിക്കാം സാലറി കിട്ടുന്നത്. അത് നിങ്ങൾ ഇതിനൊക്കെ ഉപരി തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യുന്ന കമ്പനി ഒരു ഇൻ്റർനാഷണൽ കമ്പനികളൊക്കെ ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു പാക്കേജ് കിട്ടത്തുള്ളൂ. ലൈക്ക് ഒരു ഇന്ത്യൻ കമ്പനിയോ അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളൊരു കമ്പനികളാണെങ്കിൽ, ഞാൻ എസ്പെഷ്യലി ഞാൻ പറയാൻ ഏഷ്യൻ കമ്പനികളാണെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ഈ പറഞ്ഞൊരു പാക്കേജ് കിട്ടില്ല. നിങ്ങൾക്കൊരു ഇൻ്റർനാഷണൽ
ലെവലിലുള്ള ഒരു യൂറോപ്യൻ കമ്പനി ആണെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ പറഞ്ഞൊരു പാക്കേജ് ഇവിടെ കിട്ടത്തുള്ളൂ. ഇനി മിഡ് ലെവലിലോട്ട് പോയി കഴിഞ്ഞാൽ ഇവർക്ക് 15,000 മുതൽ 25,000 ദിർഹത്തിനകത്താണ് ഒരു സാലറി റേഞ്ച് വരുന്നത്. ഇനി നമുക്ക് സീനിയർ ലെവലിലോട്ട് പോകാം. സീനിയർ ലെവൽ എന്ന് പറയുമ്പോൾ ഒരു മാനേജറിയൽ ലെവൽ അല്ലെങ്കിൽ ഒരു ടീം ലീഡർ, സൂപ്പർവൈസർ അങ്ങനെയുള്ള ലെവലുള്ള ഒരു വർക്ക് ചെയ്യുന്ന ഒരാൾക്കാണെങ്കിൽ അവർക്ക് കിട്ടുന്ന ഒരു മാസം ആവറേജ് സാലറി എന്ന് പറയുന്നത് AED 30,000 പ്ലസ് ആണ്. അതായത് 30,000 ദിർഹത്തിന് മുകളിലാണ് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സാലറി. ഇനി അടുത്ത ഡിമാൻഡായിട്ടുള്ള അല്ലെങ്കിൽ ബൂമിംഗ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രി പറയാം. ഈ ഇൻഡസ്ട്രി ഏതൊരു സമയത്താണ് 2025 26 27 28 ഇനി എത്ര വർഷം കഴിഞ്ഞാൽ ഈവൻ കോവിഡ് പാൻഡമിക്കിൽ പോലും ഒരിക്കലും അവരുടെ ഒരു ഗ്രാഫ് താഴാത്ത ഒരു ഇൻഡസ്ട്രിയാണ് ഹെൽത്ത് കെയർ ആൻഡ് നഴ്സിംഗ് ഇൻഡസ്ട്രി. ശരിക്കും UAE ഉള്ളവർക്കറിയാം ഇവിടെയുള്ളൊരു ഹെൽത്ത് കെയറിൻ്റെ ആ ഒരു ക്വാളിറ്റി. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അസുഖമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൽനെസ്സായിട്ട് നിങ്ങളൊരു ഹോസ്പിറ്റലോ ഈവൻ ഒരു ക്ലിനിക്കിലോ പോയി കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് തരുന്നൊരു ട്രീറ്റ്മെൻറ്റ്, നിങ്ങളുടെ ആ ഒരു കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും അത്രത്തോളം വെൽ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ളൊരു ഹെൽത്ത് കെയർ സിസ്റ്റമാണ് ഈ ഒരു രാജ്യത്തുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ പറഞ്ഞ ഹെൽത്ത് കെയർ നഴ്സിംഗ് മേഖലയിലൊക്കെ ഒരുപാട് വേക്കൻസീസ് ഉണ്ട്. ഇപ്പോൾ എക്സ്പെഷ്യലി ഞാൻ പറയാമല്ലോ, ഈ ഒരു ഇടയ്ക്കൊരു ട്രെൻഡായിരുന്നു യൂറോപ്പിലോട്ട് ആളുകൾ മൈഗ്രേറ്റ് ചെയ്ത് പോകുന്നത്. ഈ ഹെൽത്ത് കെയറിൽ നിന്ന് ബന്ധപ്പെട്ടിട്ടുള്ള ഏതൊരു ജോലി, ഹെൽത്ത് കെയറിൽ ഏതൊരു ജോലി, നേഴ്സ് ആയിക്കോട്ടെ, ഡോക്ടർ ആയിക്കോട്ടെ, ടെക്നീഷ്യൻ ആയിക്കോട്ടെ, ആരെങ്കിലും ഈ യൂറോപ്പിലോട്ട് മൈഗ്രേറ്റ് ചെയ്ത് പോകുന്നൊരു ട്രെൻഡ് ഉണ്ടായിരുന്നു. ആ ഒരു സമയത്ത് കൂടുതലും ആളുകൾ ഈ പറഞ്ഞ മിഡിൽ ഈസ്റ്റ് ഏരിയയിൽ നിന്നാണ് യൂറോപ്പിലോട്ടൊക്കെ പോയത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയയിൽ അപ്പം മിഡിൽ ഈസ്റ്റിൽ ഒരുപാട് വേക്കൻസീസ് അവൈലബിൾ ആയിട്ട് വന്നു. ഈ കോവിഡിന് ശേഷം ഒരുപാട് ആളുകൾ ഇങ്ങോട്ട് കയറി വന്നിട്ടുണ്ട്. ഇപ്പം നിലവിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിൽ ഈ UK അല്ലെങ്കിൽ യൂറോപ്പിലൊക്കെ ആളുകൾ പോയതോടുകൂടി തന്നെ ഇവിടെ ഒരുപാട് ഹെൽത്ത് കെയർ സെക്ടറിൽ ഒരുപാട് വേക്കൻസീസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പം കണ്ടിന്യൂസ് ആയിട്ട് ഹയറിംഗ് നടക്കുന്നുണ്ട്. മാത്രമല്ല ഇവിടെ ഒരുപാട് ക്ലിനിക്കുകൾ, ഹോസ്പിറ്റലുകളൊക്കെ പുതിയത് ഡെവലപ്പായി വരുന്നുണ്ട്, ബിൽഡ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ വരുന്ന ക്ലിനിക്കലിലും ഹോസ്പിറ്റലിലെല്ലാം ഈ പറയുന്ന സ്റ്റാഫിൻ്റെ ഒരു ഷോർട്ടേജ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഹെൽത്ത് കെയർ മേഖലയിൽ നല്ല ഡിമാൻഡാണ്. എസ്പെഷ്യലി നേഴ്സിങ്ങിന്, അതിപ്പം BSc ആയിക്കോട്ടെ, GNM ആയിക്കോട്ടെ. ANM നേഴ്സിന് നിങ്ങൾക്കൊരു നേഴ്സായിട്ട്, അതായത് RN ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ഒരു GNM നേഴ്സാണ് നിങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു RN ആയിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് ARN ആയിട്ട്, അതായത് അസിസ്റ്റൻറ്റ് നേഴ്സായിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ഇനി നിങ്ങളൊരു പോസ്റ്റ് BSc ഒക്കെ എടുത്തൊരു GNM കഴിഞ്ഞ് നിങ്ങളൊരു പോസ്റ്റ് BSc ഒക്കെ എടുത്ത ഒരു നേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് RN ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ഇതിനു മുമ്പുള്ള എൻ്റെ വീഡിയോ കണ്ടാൽ മതി. അതിനകത്ത് ഞാൻ കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്തൊക്കെയാണെന്നും അതുപോലെ ഡേറ്റ ഫ്ലോ വെരിഫിക്കേഷനും DHAയും കാര്യങ്ങളൊക്കെ. എനിക്കറിയാം ഈ വീഡിയോയ്ക്ക് അടിയിലെല്ലാം നിങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ലൈസൻസിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സംശയങ്ങൾ ചോദിക്കാൻ സാധ്യത ഉണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് പറഞ്ഞത് ഇതിന് മുമ്പുള്ള എൻ്റെ വീഡിയോകൾ കണ്ടാൽ മതി. അതിനകത്തിൽ നമ്മൾ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഡേറ്റ ഫ്ലോ, DHA എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്നും എന്തൊക്കെ ഡോക്യുമെൻ്റ് ആണെന്നും A to Z കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും നമുക്കിനി ഇതിനകത്തുള്ള ഡിമാൻഡായിട്ടുള്ള കുറച്ച് റൂളുകൾ നോക്കാം. ആദ്യം തന്നെ GNM ഓർ BSc നേഴ്സ്, ഈ രണ്ട് കാറ്റഗറിപ്പെട്ട നേഴ്സുമാർക്കും ഇവിടെ നല്ല ഡിമാൻഡായിട്ടുണ്ട്. പിന്നെ ഡിമാൻഡ് ഉണ്ടെന്ന് പറയുന്നതുകൊണ്ട് നിങ്ങൾ വന്ന ഉടനെ നിങ്ങൾക്ക് പെട്ടെന്ന് ജോലി കിട്ടണമെന്നൊന്നുമില്ല. നന്നായിട്ട് ശ്രമിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ജോലി കിട്ടൂ. കാര്യം നിങ്ങളെപ്പോലെ ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികളായിരിക്കാം. നാട്ടിൽ നിന്ന് മാത്രമല്ല, ഇപ്പം ഈ ഒരു നേഴ്സാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന്, ഇന്ത്യയിൽ നിന്നോ കേരളത്തിൽ നിന്നോ മാത്രമായിരിക്കത്തില്ല വരുന്നത്. ഒരുപാട് രാജ്യത്തു നിന്ന് ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഫിലിപ്പീൻസ്, അതുപോലെ ശ്രീലങ്ക, അതുപോലെ പല രാജ്യത്തു നിന്നും ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്ത് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈവൻ യൂറോപ്പിൽ നിന്ന് വരെ ആളുകൾ പോയിട്ട്, ഇപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് പോയിട്ട് പണ്ട് യൂറോപ്പ് ട്രെൻഡിങ്ങിൽ ഉള്ള സമയത്ത് പോയിട്ട് തിരിച്ചിപ്പോൾ യൂറോപ്പിൻ്റെ അവസ്ഥയൊക്കെ മോശമായപ്പോൾ തിരിച്ച് മിഡിൽ ഈസ്റ്റിലോട്ട് മൈഗ്രേറ്റ് ചെയ്ത് വരുന്ന ആളുകളുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കോമ്പറ്റീഷൻ ഉണ്ട്, വേക്കൻസി ഉണ്ട്, അതുപോലെ തന്നെ കോമ്പറ്റീഷൻ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ വന്ന ഉടനെ 2 ദിവസം കൊണ്ടോ 3 ദിവസം കൊണ്ടോ ജോലി കിട്ടണമെന്ന് നിർബന്ധമില്ല. നന്നായിട്ട് ശ്രമിക്കുക, വെയിറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ജോലി കിട്ടൂ. ഇനി അടുത്ത ഒരു പ്രൊഫൈൽ എന്ന് പറയുന്നത്, അടുത്ത റോൾ എന്ന് പറയുന്നത് സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സ്, എക്സ്പെഷ്യലി പീഡിയാട്രിസ്റ്റ്, ഗൈനക്കോളജിസ്റ്റ്, സർജൻസ് ഇങ്ങനെയുള്ളവർക്കൊക്കെ ഇവിടെ ഹൈ ഡിമാൻഡാണ്. നല്ല സാലറി നിങ്ങൾക്ക് കിട്ടും. അടുത്താണ് മെഡിക്കൽ ടെക്നീഷ്യൻസ്. അത് ലൈക്ക് ലാബ് ടെക്നീഷ്യൻ ആവാം, എക്സ്റേ റേഡിയോളജിസ്റ്റ് ആവാം. അങ്ങനെയുള്ള മെഡിക്കൽ ടെക്നോളജിസ്റ്റുകൾക്കും നിങ്ങൾക്ക് നല്ല ഡിമാൻഡുണ്ട്. നിങ്ങൾക്കും ഈ പറഞ്ഞൊരു DHAയും, അല്ലെങ്കിൽ ദുബായ് ആണെങ്കിൽ DHA, അബുദാബി ആണെങ്കിൽ HAD, മറ്റുള്ള എമിറേറ്റ്സ് ആണെങ്കിൽ MOH, ഇങ്ങനെയുള്ള ലൈസൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ക്ലിയർ ആക്കിയെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ലൈസൻസ് ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇവിടെ വന്നാൽ പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അടുത്താണ് ടെലി ഹെൽത്ത് കോർഡിനേറ്റേഴ്സ്, അതുപോലെ തന്നെ ഫാർമസിസ്റ്റ്. എന്തുകൊണ്ടാണ് ഇത്രയും ഒരു ഗ്രോത്ത് എന്ന് പറയുന്നത്, ഈ ഒരു ഹെൽത്ത് കെയറിന് ഇത്രയും ഒരു ഗ്രോത്ത് എന്ന് പറയുന്നത്? പുതിയ ഹോസ്പിറ്റൽ സെക്ടറുകൾ വരുന്നുണ്ട്. എസ്പെഷ്യലി ദുബായ് സൗത്തിൽ, അതായത് ദുബായ് സൗത്ത് എന്ന് പറഞ്ഞാൽ പുതിയ അൽ മക്തൂം ഇൻ്റർനാഷണൽ എയർപോർട്ട്, ലോകത്തിലെ ഏറ്റവും വലിയ എയർപോർട്ട് വരുന്ന സ്പേസാണ്, അല്ലെങ്കിൽ പ്ലേസാണ് ദുബായ് സൗത്ത്. ഈ ദുബായ് സൗത്തിൽ ഒരുപാട് പുതിയ ഹോസ്പിറ്റലുകളും ക്ലിനിക്കുകളും വരുന്നുണ്ട്. അതുപോലെ അൽ ജദാഫ് ഇങ്ങനെയുള്ള ഏരിയകളിലൊക്കെ ഒരു പുതിയ ഹോസ്പിറ്റൽസ് ആൻഡ് ക്ലിനിക്കുകളൊക്കെ വരുന്നത് കൊണ്ട് തന്നെ ഈ പറയുന്ന ഹെൽത്ത് കെയർ മേഖലയിൽ ഈ പറയുന്ന ടെക്നീഷ്യൻസിനും അല്ലെങ്കിൽ നേഴ്സിനും ഡോക്ടേഴ്സിനും എല്ലാം തന്നെ നല്ല ഡിമാൻഡാണ്. ഇനി നമുക്ക് ഇവരുടെ ഒരു സാലറി റേഞ്ച് നോക്കാം. ഒരു ആവറേജ് സാലറി നമുക്ക് ആദ്യം GNM നേഴ്സിൻ്റെ ഒരു മാസത്തെ ആവറേജ് സാലറി നോക്കാം. നിങ്ങളൊരു GNM നേഴ്സാണ്
ആണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു മാസം ആവറേജ് സാലറി എന്ന് പറയുന്നത് 3500 മുതൽ 5000 ദിർഹംസ് വരെയാണ്. അത് നിങ്ങളുടെ എക്സ്പീരിയൻസ്, ക്വാളിഫിക്കേഷൻ ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പിന്നെ നിങ്ങൾ നാട്ടിൽ നിന്നൊക്കെ വരുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ BLS അതുപോലെ ACLS ഇങ്ങനെയുള്ള കോഴ്സൊക്കെ ചെയ്ത് അതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് കൂടെ ഉണ്ടെങ്കിൽ എടുത്ത് വരുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. നമുക്ക് BSc നേഴ്സിൻ്റെ ഒരു മാസത്തെ സാലറി നോക്കാം. BSc നേഴ്സിന് ഒരു മാസം കിട്ടുന്ന സാലറി എന്ന് പറയുന്നത് 5000 മുതൽ 8000 ദിർഹംസ് വരെയാണ്. അതായത് അപ്പോൾ നിങ്ങൾ ചോദിക്കും എന്തുകൊണ്ടാണ് GNM BScക്ക് ഇത്രയും ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞു GNM നേഴ്സ് നിങ്ങൾക്കൊരു RN-ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല, AN-ആയിട്ട് അസിസ്റ്റൻ്റായിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഈ ഒരു സാലറി പാക്കേജ് കുറവ്. BSc നേഴ്സിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ BSc നേഴ്സ് ആണ് നിങ്ങളൊരു ഫ്രഷർ ആണെങ്കിൽ പോലും, നിങ്ങൾ കോഴ്സ് കഴിഞ്ഞിട്ട് ഇറങ്ങിയ ഒരാളാണെങ്കിൽ പോലും നിങ്ങളിവിടെ RN-ആയിട്ടാണ്, രജിസ്റ്റേർഡ് നേഴ്സായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു രജിസ്റ്റേർഡ് നേഴ്സിന് ഇത്രയും BSc നേഴ്സിന് GNM-നെ അപേക്ഷിച്ച് നോക്കുമ്പോൾ സാലറി റേഞ്ച് കൂടുതൽ. ഇനി നമുക്ക് നേരെ ഡോക്ടേഴ്സിൻ്റെ നോക്കാം. ഡോക്ടേഴ്സിൻ്റെ സാലറി എന്ന് പറയുന്നത് അത് അവരുടെ സ്പെഷ്യലൈസേഷൻ അനുസരിച്ചിട്ടാണ് സാലറി പാക്കേജ് വരുന്നത്. എന്നാൽ ഒരു മാസം ആവറേജ് സാലറി എന്ന് പറയുന്നത് 20,000 മുതൽ 50,000 ദിർഹംസ് വരെയാണ് ഒരു മാസം ഇവിടെ ഒരു ഡോക്ടർ ഏൺ ചെയ്യുന്ന ഒരു മാസത്തെ ആവറേജ് സാലറി. ഇനി നമുക്ക് അടുത്ത ഡിമാൻഡായിട്ടുള്ളൊരു മേഖല നോക്കാം. അതാണ് ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ. എന്തുകൊണ്ടാണ് ഈ ഒരു മേഖലയ്ക്ക് ഇവിടെ ഇത്രയും ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ, ദുബായ് എന്ന് പറയുന്ന സിറ്റി ഒരു ഗ്ലോബൽ ഹബ്ബാണ് ഫോർ ട്രേഡിങ്. മാത്രമല്ല കൊമേഴ്സ് മേഖലയിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന, ഏറ്റവും കൂടുതൽ ബിസിനസ് നടക്കുന്ന ഒരു രാജ്യം കൂടിയാണ് UAE എന്ന് പറയുന്നത്. എക്സ്പെഷ്യലി അത് കൂടുതൽ നടക്കുന്നത് ദുബായിലാണ്. ഒരുപാട് കൊമേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് കമ്പനികളുടെ, ഇൻ്റർനാഷണൽ കമ്പനികളുടെ ബിസിനസ് ഇവിടെ നടക്കുന്നുണ്ട്. ഇൻ്റർനാഷണൽ ബ്രാൻഡുകൾ, അതായത് ഇവിടെ നമ്മൾ A to Z ഏത് ഇൻ്റർനാഷണൽ ബ്രാൻഡുകളെയും രണ്ട് കൈ നീട്ടി സ്വീകരിക്കുന്ന ഒരു നാടാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഗ്ലോബലി ആണെങ്കിലും ലോക്കലി ആണെങ്കിലും ഒരുപാട് കൊമേഴ്സ് ബിസിനസ് ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ പറഞ്ഞ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മേഖലയിൽ ഇത്രയും ഡിമാൻഡ് ഇവിടെ ഉള്ളത്. ഇനി നമുക്ക് ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിനിലെ ഡിമാൻഡായിട്ടുള്ള കുറച്ച് റോളുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. സപ്ലൈ ചെയിൻ കോർഡിനേറ്റേഴ്സ്, വെയർഹൗസ് മാനേജേഴ്സ്, ഫ്രൈറ്റ് ആൻഡ് ഷിപ്പിംഗ് സ്പെഷ്യലിസ്റ്റ്, കസ്റ്റംസ് ഓഫീസേഴ്സ്, ലാസ്റ്റ് മൈൽ ഡെലിവറി മാനേജേഴ്സ്. ഇനി നമുക്ക് ഈ മേഖല കിട്ടുന്ന ഒരു മാസത്തെ ആവറേജ് സാലറി നോക്കാം. 3 ലെവലായിട്ട് ഞാൻ അതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എൻട്രി, മിഡ്, സീനിയർ ലെവൽ. ഒരു എൻട്രി ലെവലിലുള്ളൊരു ലോജിസ്റ്റിക് അല്ലെങ്കിൽ സപ്ലൈ ചെയിൻ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് കിട്ടുന്ന ഒരു മാസത്തെ സാലറി എന്ന് പറയുന്നത് 4,000 മുതൽ 6,000 ദിർഹംസ് വരെയാണ്. ഇതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ പെർഫോമൻസ്, എക്സ്പീരിയൻസ്, നിങ്ങളുടെ കമ്പനി ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. ഇനി മിഡ് ലെവലുള്ളൊരു ആൾക്ക് കിട്ടുന്ന ഒരു മാസത്തെ സാലറി എന്ന് പറയുന്നത് 8,000 മുതൽ 12,000 ദിർഹംസ് വരെയാണ് മിഡ് ലെവലുള്ള ഒരാൾക്ക് കിട്ടുന്നത്. ഇത് ഇനി നേരെ സീനിയർ ലെവലിലോട്ട് പോയി കഴിഞ്ഞാൽ 15,000 മുതൽ 20,000 വരെയാണ്. സീനിയർ ലെവൽ എന്ന് പറയുന്നത് മാനേജീരിയൽ, സൂപ്പർവൈസർ അല്ലെങ്കിൽ ടീം ലീഡർ ലെവലുള്ള വർക്ക് ചെയ്യുന്ന ഒരാൾക്കായിരിക്കും ഈ പറഞ്ഞ സാലറി കിട്ടുന്നത്. അടുത്ത മേഖലയിലോട്ട് പോകാം. അടുത്താണ് ഹോസ്പിറ്റാലിറ്റി ആൻഡ് ടൂറിസം. ഇത് ഞാൻ നിങ്ങൾക്ക് പറയാതെ തന്നെ അറിയാം, ദുബായ് എന്ന് പറയുന്നത് ഗ്ലോബലി ഏറ്റവും വലിയ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. കഴിഞ്ഞ വർഷം തന്നെ 17 മില്യൺ ടൂറിസ്റ്റാണ് ഈ ദുബായിൽ വന്നിട്ട് പോയിട്ടുള്ളത്. അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ ബിസിയസ്റ്റ് ആയിട്ടുള്ള എയർപോർട്ടുകളിൽ ഒന്ന് തന്നെയാണ് ദുബായ് എയർപോർട്ട്. കാര്യം അത്രയ്ക്ക് ടൂറിസ്റ്റുകളാണ് ഈ പറയുന്ന പല രാജ്യത്തു നിന്നും വരുന്നത്. ഇപ്പം യൂറോപ്പ് ആയിക്കോട്ടെ, ഏഷ്യ ആയിക്കോട്ടെ, എല്ലായിടത്തു നിന്നും വരുന്നത്. എക്സ്പെഷ്യലി ഇവിടുത്തെ ഒരു സീസൺ എന്ന് പറയുന്നത് വിൻ്റർ സീസണാണ്. ലൈക്ക് ഒരു ഒക്ടോബർ മുതൽ ഒരു ഏപ്രിൽ വരെയൊക്കെയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ സീസൺ നടക്കുന്നത്. ഈ ഒരു സമയത്താണ് ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകളും ഈ ഒരു രാജ്യത്തേക്ക് വരുന്നത്. ഈ ഒരു സമയത്ത് നല്ല എല്ലാ സമയത്തും വരുന്ന അപ്പോൾ ഏറ്റവും കൂടുതൽ വരുന്നതും ഈ ഒരു സമയത്താണ്. കാരണം ഈ ഒരു സമയത്താണ് ഇവിടെ ഗ്ലോബൽ വില്ലേജ് സ്റ്റാർട്ടപ്പ് ആവുന്നത്. അതുപോലെ തന്നെ പല സീസണുകളും സ്റ്റാർട്ടപ്പ് ആവുന്നത്, ഗ്രാൻഡ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ സ്റ്റാർട്ടപ്പ് ആവുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളത് കൊണ്ട് തന്നെ ഈ ഹോസ്പിറ്റാലിറ്റി ആൻഡ് ടൂറിസം മേഖലയിൽ വലിയ ഒരു സാധ്യതയാണ് നിലവിൽ ദുബായിൽ ഉള്ളത്. സോ അതുകൊണ്ട് തന്നെ ഈ ഹോസ്പിറ്റാലിറ്റി ആൻഡ് ടൂറിസം മേഖലയിൽ ഡിമാൻഡായിട്ടുള്ള കുറച്ച് റോളുകൾ ഞാനൊന്ന് പറയാം. ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ്, അതുപോലെ ഷെഫ് ആൻഡ് കിച്ചൺ സ്റ്റാഫ്സ്, ഹൗസ് കീപ്പിംഗ് സൂപ്പർവൈസേഴ്സ്, ഇവൻറ്റ് കോർഡിനേറ്റേഴ്സ് ആൻഡ് ടൂർ ഗൈഡ്. ഈ 2025 മാത്രമല്ല, വരുന്ന വർഷങ്ങളിൽ തന്നെ ദുബായിൽ വലിയ ദുബായ് മാത്രമല്ല ഓൾ ഓവർ UAE വലിയ പ്രൊജക്റ്റുകൾ വരുന്നുണ്ട്. ഈ പ്രൊജക്റ്റുകൾ വരുന്നതോടുകൂടി തന്നെ ടൂറിസ്റ്റുകൾ ഇപ്പം 17 മില്യനാണ് ലാസ്റ്റ് ഇയർ വന്നെങ്കിൽ ഇനി അത് ഇരട്ടിക്കാനാണ് സാധ്യത. കാര്യം പുതിയ പാം ജുമേര, നിങ്ങൾക്കറിയാം പാം ജുമേര, അതുപോലെ തന്നെ അടുത്ത പാം ജബലാലി വരുന്നുണ്ട്. മാത്രമല്ല ദുബായിൽ UAE ആദ്യത്തെ ക്ലബ്ബ് വരുന്നുണ്ട്, റാസൽ കൈമേൽ. അപ്പം അതുകൊണ്ട് തന്നെ ഇനിയും ഒരുപാട് യൂറോപ്യൻസ് അല്ലെങ്കിൽ ഫോറിനേഴ്സ് ഈ പറയുന്ന ഒരു രാജ്യത്തേക്ക് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി വരുന്ന വർഷങ്ങളിൽ പോലും ഈ പറയുന്ന ഹോസ്പിറ്റാലിറ്റി ആൻഡ് ടൂറിസം മേഖലയിൽ ഒരു ഗ്രോത്ത് ഉണ്ടാകും. ഇനി നമുക്ക് ഈ പറഞ്ഞ റോളുകളിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് കിട്ടുന്ന സാലറി റേഞ്ച് ഒന്ന് നോക്കാം. എൻട്രി റേഞ്ചിലുള്ള ഒരാൾക്ക് കിട്ടുന്ന ഒരു മാസത്തെ സാലറി എന്ന് പറയുന്നത് 2,500 മുതൽ 4,000 ദിർഹംസ് വരെയാണ് എൻട്രി ലെവലിൽ കിട്ടുന്നത്. ഇനി മിഡ് ലെവലിലോട്ട് പോയി കഴിഞ്ഞാൽ 5,000 മുതൽ 7,000 ദിർഹംസ് വരെയാണ് മിഡിൽ റേഞ്ചിലുള്ള ഒരു ആൾക്ക് കിട്ടുന്ന സാലറി. ഇനി സീനിയർ ലെവൽ, മാനേജർ ലെവൽ അല്ലെങ്കിൽ സൂപ്പർവൈസർ, ആ ലെവലുള്ള ഒരാൾക്ക് കിട്ടുന്ന സാലറി എന്ന് പറയുന്നത്
80,000+ ആണ് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു മാസത്തെ ആവറേജ് സാലറി. സോ അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഇത്രയാണ് 2025 ദുബായിൽ അല്ലെങ്കിൽ UAE മോസ്റ്റ് ഡിമാൻഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രി. 2025 മാത്രമല്ല, ഈ വരുന്ന വർഷങ്ങളിലും ഈ ഒരു ഇൻഡസ്ട്രി തന്നെയായിരിക്കും. ചിലപ്പോൾ ഒരു പക്ഷെങ്കിലും മറ്റുള്ള ഇൻഡസ്ട്രികൾ കൂടി ഈ പറയുന്ന ഒരു ഹൈ ഡിമാൻഡ് ഇൻഡസ്ട്രിയിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. ഇനി ഞാൻ കുറച്ച് ഇതുപോലെ ഇത്രയും ഹൈ ഡിമാൻഡ് അല്ലെങ്കിൽ പോലും എന്നാലും ഡിമാൻഡായിട്ടുള്ള കുറച്ച് ഇൻഡസ്ട്രിയും കൂടെ ഞാനൊന്ന് പറയാം. അതിലൊന്നാണ് എഡ്യൂക്കേഷൻ. എനിക്ക് വീഡിയോയിൽ ഒരുപാട് ആളുകൾ കമൻറ്റ് ചോദിച്ചിട്ടുണ്ട്, ടീച്ചേഴ്സിന് എന്തെങ്കിലും വേക്കൻസീസ് ഉണ്ടോ, ടീച്ചേഴ്സിനെ കുറിച്ച് എന്തൊന്നും പറയാത്തതെന്ന്. അപ്പോൾ ടീച്ചേഴ്സായിട്ടുള്ള ഒരാൾ നിങ്ങൾ ഒരിക്കലും ഡെസ്പാവണ്ട. നിങ്ങളുടെ പ്രൊഫൈലിനും നിങ്ങളുടെ പ്രൊഫഷനും ഇവിടെ അത്യാവശ്യം ഡിമാൻഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. മറ്റുള്ളവരുടെ അത്ര ഇല്ലെങ്കിൽ പോലും ടീച്ചേഴ്സിനും ഉണ്ട്. ടീച്ചേഴ്സ് അതുപോലെ ലേണിംഗ് കോർഡിനേറ്റേഴ്സ് ഇങ്ങനെയൊക്കെയുള്ള ജോലികൾക്ക് ഇപ്പം എക്സ്പെഷ്യലി ഒന്നുകൂടെ പറയാം, നാട്ടിൽ നിന്നുള്ള ഒരു CBSE അല്ലെങ്കിൽ ഇന്ത്യൻ കരിക്കുലം പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സാധ്യതയുണ്ട്. കാര്യം ഒരുപാട് ഇന്ത്യൻ സ്കൂളുകൾ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ CBSE ആയാലും ഇന്ത്യൻ കരിക്കുലമൊക്കെ പഠിപ്പിക്കുന്ന ഒരുപാട് സ്കൂളുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സ്കൂളുകളിലൊക്കെ നിങ്ങൾക്കൊരു ചാൻസ് ഉണ്ട്. മാത്രമല്ല നേഴ്സുമാർ, നിങ്ങൾ GNM ആയിക്കോട്ടെ BSc ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഈ പറയുന്ന ഹെൽത്ത് കെയർ അല്ലാതെ നിങ്ങൾക്ക് സാധ്യതയുള്ളൊരു ഇൻഡസ്ട്രി എന്ന് പറയുന്നത് എഡ്യൂക്കേഷനാണ്. സ്കൂളുകളിൽ സ്കൂൾ നേഴ്സായിട്ട് നിങ്ങൾക്ക് ജോലി കിട്ടാൻ കൊണ്ടുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ അതിനായിട്ടുള്ള കുറച്ച് ക്രൈറ്റീരിയകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിനുള്ള നിങ്ങൾ എലിജിബിലിറ്റി ആണെന്നുണ്ടെങ്കിൽ, എലിജിബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ആ ഒരു സ്കൂൾ സ്റ്റാഫ് അല്ലെങ്കിൽ സ്കൂൾ നേഴ്സ് എന്നുള്ളൊരു പ്രൊഫൈലിലേക്ക് നിങ്ങൾക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. അടുത്താണ് റിയൽ എസ്റ്റേറ്റ്. പിന്നെ ഇവിടുത്തെ ഒരു ഹൈ എൻഡ് ആയിട്ടുള്ളൊരു ഇൻഡസ്ട്രിയാണ്. മാത്രമല്ല വളരെ ഗ്രൂമിങ് ആയിട്ടുള്ളൊരു ഇൻഡസ്ട്രി തന്നെയാണ് റിയൽ എസ്റ്റേറ്റിൽ നിങ്ങൾക്ക് ഇപ്പോൾ എന്താ ജോലി വെച്ചാൽ നിങ്ങൾക്ക് റിയൽ എസ്റ്റേറ്റിൽ സെയിൽസിൽ വർക്ക് ചെയ്യാം, നിങ്ങൾക്ക് റിയൽ എസ്റ്റേറ്റിൽ മാർക്കറ്റിങ്ങിൽ വർക്ക് ചെയ്യാം, നിങ്ങൾക്ക് ടെലികോളറായിട്ട് വർക്ക് ചെയ്യാം. ഏറ്റവും കൂടുതൽ സാലറി അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ക്യാഷ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മേഖല എന്ന് പറയുന്നത് സെയിൽസിലാണ്, റിയൽ എസ്റ്റേറ്റ് സെയിൽസിലാണ്. പക്ഷേങ്കിൽ അതിൻ്റെതായിട്ടുള്ള റിസ്ക്കും കാര്യങ്ങളുണ്ട്. കാര്യം നിങ്ങൾക്കൊരു ഫിക്സഡ് സാലറി ഉണ്ടാവില്ല. മറ്റുള്ളപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പ്രൊഫഷനിലൊക്കെ ഉള്ള എല്ലാ ആളുകൾക്കും ഒരു ഫിക്സഡ് സാലറി ഉണ്ടാവും. അവരുടെ ഒരു മന്ത്ലി നിങ്ങൾക്ക് കൃത്യം 1-ാം തീയതി നിങ്ങളുടെ അക്കൗണ്ടിൽ ഇത്ര എമൗണ്ട് നിങ്ങൾക്ക് സാലറി കിട്ടും. പക്ഷേങ്കിൽ ഒരു റിയൽ എസ്റ്റേറ്റ് സെയിൽസിലൊക്കെ നിങ്ങൾ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാലറി ആയിരിക്കത്തില്ല, കമ്മീഷൻ സ്ട്രക്ചർ ആയിരിക്കും. അതായത് നിങ്ങൾ ഒരു മാസം സെല്ല് ചെയ്താൽ ആ സെല്ല് ചെയ്ത എമൗണ്ടിൻ്റെ ഇത്ര പെർസെൻറ്റേജ് കമ്മീഷനായിട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പം അതുകൊണ്ട് നിങ്ങൾക്കൊരു ഫിക്സഡ് സാലറി ഉണ്ടാവില്ല. നിങ്ങൾ സെയിൽ ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്കൊരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ഒരു റിയൽ എസ്റ്റേറ്റ് ജോബ് ഏറ്റവും ബെറ്റർ ആയിട്ട് ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ട് ഇവിടെ സെറ്റിൽ ആയിട്ടുള്ള ഒരാളാണെങ്കിൽ, ഇപ്പോൾ വൈഫ് ഒരു ജോലി ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഹസ്ബൻഡിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന റിയൽ എസ്റ്റേറ്റ് പോകാം. കാര്യം നിങ്ങൾക്കൊരു ഇൻകം, വൈഫിൻ്റെ ഒരു ഇൻകം മന്ത്ലി ജനറേറ്റ് ചെയ്ത് കിട്ടുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് റിസ്ക് എടുത്ത് നിങ്ങൾക്ക് ഈ ഒരു മേഖലയിൽ വർക്ക് ചെയ്യാം. നേരെ തിരിച്ച് ഓപ്പോസിറ്റ് ആവാം. ഇപ്പോൾ ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്നുണ്ട്, വൈഫിന് റിയൽ എസ്റ്റേറ്റ് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്കും അങ്ങനെയും ചെയ്യാം. അപ്പം നിങ്ങൾക്ക് അതായത് നിങ്ങളുടെ ഒരു മന്ത്ലി കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു എമൗണ്ട് ഫിക്സ്ഡ് ആയിട്ട് നിങ്ങൾക്ക് മറ്റൊരു ഇൻകം സോഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ റിയൽ എസ്റ്റേറ്റ് സെയിൽസിലൊക്കെ പോയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇതെല്ലാം എങ്ങനെ ഞങ്ങൾ അപ്ലൈ ചെയ്യണമെന്ന് ചോദിക്കും. ഞാൻ ഇതിനു മുമ്പ് എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നുണ്ട് നിങ്ങൾ എങ്ങനെ അപ്ലൈ ചെയ്യണമെന്നും എന്തൊക്കെയാണെന്നുള്ളതും ഇൻ്റർവ്യൂ ടിപ്സ് A to Z കാര്യങ്ങളും പറയുന്നുണ്ട്. എന്നാലും ഞാൻ മെയിനായിട്ടും ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പ്ലാറ്റ്ഫോമുകൾ ഞാൻ പറഞ്ഞുതരാം. ബെയ്യൂത്ത്, ഡുബിസിൽ, ലിങ്ക്ഡിൻ, ഇൻഡീഡ്, നൗകരി ഗൾഫ്, പിന്നെ ഗൾഫ് ടാലൻറ്റ്, ഇങ്ങനെയുള്ള ഒരുപാട് സൈറ്റുകളുണ്ട്. സൈറ്റുകൾ മാത്രമല്ല, നിങ്ങൾക്ക് ഈ പറയുന്ന വേക്കൻസീസ് ഈ സൈറ്റുകളിൽ നിന്ന് കിട്ടുന്ന കമ്പനികളുടെ ഡയറക്റ്റ് അവരുടെ വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഡയറക്റ്റ് അവരുടെ മെയിലിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ ഇനി അവർക്ക് അവരുടെ ഒരു വാട്സപ്പ് നമ്പർ നിങ്ങൾക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് വാട്സപ്പിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അങ്ങനെ അപ്ലൈ ചെയ്യാൻ കൊണ്ടൊക്കെ ഒരുപാട് സാധ്യതയുണ്ട്. ഇനി അതുപോലെ മാത്രമല്ല റഫറൽ ഉണ്ട്. ഇവിടെ ഏറ്റവും കൂടുതൽ ഹയറിംഗ് നടക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത് റഫറലാണ്. നിങ്ങൾക്ക് ആരെങ്കിലും നിങ്ങളുടെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സ് ആരെങ്കിലുമൊക്കെ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏതെങ്കിലുമൊക്കെ ഇപ്പോൾ ലൈക്ക് ഒരു നേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു സുഹൃത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഫാമിലി മെമ്പറോ ഏതെങ്കിലും ഹോസ്പിറ്റലിലോ ക്ലിനിക്കിലോ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ വഴി നിങ്ങൾക്ക് റഫറലായിട്ട് നിങ്ങളുടെ CV ഒക്കെ കൊടുത്ത് നിങ്ങൾക്കൊരു ജോലി നേടാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ അപ്ലൈ ചെയ്യുമ്പോഴൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെപ്പോഴും നിങ്ങളുടെ UAE നമ്പർ നിങ്ങൾ വെക്കണം. കാര്യം ഈ പറഞ്ഞൊരു ഇൻ്റർവ്യൂ കോളൊക്കെ നിങ്ങൾക്ക് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു UAE നമ്പർ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഒരു ഇൻ്റർവ്യൂ കോൾ വരാൻ പറ്റൂ. അതായത് UAEയിലുള്ള ഒരാൾ, നാട്ടിൽ നിന്ന് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങളെപ്പോഴും നിങ്ങളുടെ മെയിലും കാര്യങ്ങളൊക്കെ റാൻഡമിലി ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. കാര്യം നിങ്ങൾക്ക് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് മെയിൽ വഴിയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ മെയിൽ എപ്പോഴും ചെക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പം ഇത്രയൊക്കെയാണ് ഒരു 2025 നിലവിൽ ഹൈ ഡിമാൻഡായിട്ടുള്ള കുറച്ച് ഇൻഡസ്ട്രികളും കുറച്ച് ജോലികളും കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും ഇനിയും അടുത്ത വരുന്ന വീഡിയോകളിലും ഇതുപോലെ തന്നെ ദുബായിയുടെ ഒരു സാധ്യതയെക്കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ ആയിരിക്കും ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കമൻറ്റ് കാര്യങ്ങൾ, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് കമൻറ്റ് ബോക്സിൽ ചോദിക്കുക, ഞാൻ അതിന് മറുപടി തരുന്നതായിരിക്കും. ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഞാൻ വീണ്ടും പറയുകയാണ്, എന്താണ് ചെയ്യേണ്ടത്? സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, ഫോളോ ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും മാസലാമ.